our Jesus Lives Ministries, distributing living bread to the dying world. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. എത്ര പേർക്ക് മനസ്സ് തുറന്ന കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കാൻ കഴിഞ്ഞ അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്ലീസ് ബി സീറ്റഡ് എവരിവൺ. താങ്ക് യു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവത്തിന്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ അറിയിച്ചതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളോട് വ്യക്തമായി ഇടപെടുമെന്നൊരാലോചന കർത്താവ് നിങ്ങൾക്ക് നൽകിയല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സഭായോഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വാസ്തവത്തിൽ പലയിടങ്ങളിലും ഈ രാജ്യത്തിൽ മുമ്പ് സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരനെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു സമയത്ത് ദൈവത്തെ ആരാധിച്ചിരുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ പ്രയോജനപ്പെട്ടിരുന്ന പല ശുശ്രൂഷകരും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് വളരെ കുറവായിരിക്കുന്നു. എന്നാൽ കർത്താവ് നിങ്ങളെ ഈ രാജ്യത്തിൽ കൊണ്ടുവന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതികൾക്കായിട്ടാണ്. ദൈവം ഈ ദൈവസഭയെ ഇവിടെ ആക്കിയിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാനാണ്. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില ഒച്ചത്തിലൊക്കെ സ്തുതിച്ചാൽ ദൈവത്തിനത് മഹത്വമാകും. അല്ല, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും എനിക്ക് പ്രസംഗം വരും. പണ്ട് വരത്തില്ലായിരുന്നു, ഇപ്പൊ സ്തോത്രം കുറയുമ്പോഴാണ് എനിക്ക് പ്രസംഗം വരുന്നത്. പക്ഷെ ആ പ്രസംഗം ചില കട്ടിയായി പോയാൽ പ്രശ്നമാകും. പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിക്കുകയും ദൈവവചനം സ്വീകരിക്കുവാനുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകുകയും വേണം. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു പല പട്ടണങ്ങളിലും അത്ഭുതം ചെയ്തു. എന്നാൽ ചിലയിടത്ത് യേശുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു വാക്യമാണ്. പുരുഷാരത്തിന്റെ ജനത്തിന്റെ അവിശ്വാസം ഹേതുവായി അവൻ അവിടെ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നെ ചിന്തിപ്പിച്ചതാണ്, ദൈവത്തിന് പോലും അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ഗാഡ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം, അവന്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ്. എത്ര പേര് അതിന് ആമീൻ പറയാനുണ്ട്? എന്നാൽ ചിലയിടത്ത് അത്ഭുത മന്ത്രിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നോ. അതെ, പുരുഷാരത്തിന്റെ അവിശ്വാസം ഹേതുവായി അവനോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ശതാധിപന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ യേശു അവന്റെ വിശ്വാസം കാണുക ആശ്ചര്യപ്പെട്ടു. ദൈവത്തെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസമുണ്ട്, ദൈവത്തെ നിരാശപ്പെടുത്തിയ അവിശ്വാസമുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തിനെ പോലും ആശ്ചര്യപ്പെടുത്തത്തക്ക നിലയിൽ അവന്റെ വിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആഴ്മേറിയൊരു വിശ്വാസം ഉണ്ടാകണം. വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. 107 സങ്കീർത്തനം 20 വാക്യം അതാ പറയുന്നത്, അവന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വചനത്തിന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ദൈവവചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും, ദൈവവചനത്തിന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും, ദൈവവചനത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു, ഈ ടിപ്റ്റണിൽ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. കരങ്ങളൊന്ന് ഉയർത്തി അവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. വളരെ വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. യെസ്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, എങ്കിലും
ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കും. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്, അല്ലെങ്കിൽ സന്തോഷിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വെളിപ്പാട്, വാട്ട് ഈസ് എ പ്രയോറിറ്റി ഇൻ യുവർ ലൈഫ്? എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ്, എന്താണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിഷയം? അത് കേൾക്കാൻ എത്ര പേർക്ക് ഇന്ന് പകലിവിടെ ആഗ്രഹമുണ്ട്? യേശു കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ്. അവിടെ കർത്താവ് പരാമർശിച്ചിരിക്കുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക. അപ്പൊ എന്തിൽ സന്തോഷിക്കണം, എന്തിൽ സന്തോഷിക്കണ്ട എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം മറന്നു പോകരുത്. വാട്ട് ഈസ് എ പ്രയോറിറ്റി ഇൻ അവർ ലൈഫ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത്? എങ്കിലും ഭൂതങ്ങൾ പുറത്താകുന്നതിലല്ല എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ എന്തൊക്കെയോ വേറെ നടന്നിട്ടുണ്ട്. അതറിയണമെങ്കിൽ ലൂക്കോസ് സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മുടെ അറിവിൽ കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നതാണ് നമ്മുടെ അറിവ്. ഇപ്പോഴും അതിനപ്പുറം അറിയാവുന്നവർ ഇതിനകത്ത് അധികം പേരില്ല. എങ്കിൽ ഒരു സത്യം ഞാൻ പറയാം, യേശു കർത്താവിന് 12 ശിഷ്യന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്. പ്രധാനമായും യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ 12 അപ്പോസ്തലന്മാർ, 12 ശിഷ്യന്മാരെ കർത്താവ് വേർതിരിച്ചു. എങ്കിലും കർത്താവിന് മറ്റ് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. നോക്കുക, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം അവൻ ആരെയാണ് വിളിച്ചത്? വേറെ 70 പേരെ നിയമിച്ചു, അപ്പോയിന്റ് ചെയ്തു. ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്തതുപോലെ തന്നെ വേറെ 70 പേരെയും കൂടെ കർത്താവ് നിയമിച്ചു. എന്ത് ഉത്തരവാദിത്തമാണ് കർത്താവ് അവരെ ഏൽപ്പിച്ചത്? താൻ പോകുവാനുള്ള പട്ടണങ്ങളിൽ തനിക്ക് മുൻപേ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് അവരെ നിയമിച്ചു. താൻ ചെല്ലാനുള്ള പട്ടണങ്ങളിൽ, താൻ ചെല്ലാനുള്ള ഭവനങ്ങളിൽ, താൻ ചെല്ലാനുള്ള ഇടങ്ങളിൽ തനിക്ക് പകരമായി, ആർക്ക് പകരമായി? യേശുവിന് പകരമായി യേശു അവരെ അയച്ചു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ ഒന്ന് ആരാധിക്കുകയും ഒന്ന് സ്തോത്രം പറയുകയൊക്കെ ചെയ്താൽ ഈ വിഷയം ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ ഒരു വെളിപ്പാടായി നിലനിൽക്കുവാനിടയാകും. എന്റെ ദൈവദാസന്മാരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ, ഇത് ചെറിയ ഗ്രൂപ്പാണ്, ഇത് വളരും, ഇത് വർദ്ധിക്കും, കർത്താവ് ഇതിനെ വർദ്ധിപ്പിക്കും. എങ്കിലും ഞാൻ പറയാം, ദൈവം തന്റെ സഭയെ പണിയുന്നത് 2 കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായി. 1 ബന്ധങ്ങളിലൂടെ, 2 വെളിപ്പാടിലൂടെ. ഒന്ന് പറയാമോ? ബന്ധങ്ങളിലൂടെ, 2 വെളിപ്പാടിലൂടെ. ബന്ധങ്ങളിലൂടെയും വെളിപ്പാടിലൂടെയുമാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ആയതിനാൽ ഈ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന നല്ല ബന്ധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 അറിവുകളുടെ മേലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, അറിവുകളുടെ മേലല്ല ദൈവം തന്റെ സഭയെ പണിയുന്നത്, വെളിപ്പാടുകളുടെ മേലാണ്. അറിവുകൾ വളരെ നല്ലതാണ്, അറിവുകൾ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അറിവുകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. യേശു കർത്താവ് ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഫിലിപ്പിന്റെ കൈസർ പ്രദേശത്ത് കർത്താവ് നിൽക്കുന്ന സമയത്ത് യേശു കർത്താവ് പുരുഷാരത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? എന്താ ഈ ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന,
അനേക ദേവീ ദേവന്മാരെ വാർത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന അന്യാരാധന ഏറ്റവും അധികം നടക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം. അവിടെ വെച്ച കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്നത്, ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോക്കുക, അറിവുകളിൽ നിന്നും ആൾക്കാർ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഒരു കാര്യം ദൈവസഭയോട് പറയാം, അറിവുകളിൽ നിന്നും അഭിപ്രായങ്ങൾ മാത്രം ഉണ്ടാകുന്നു. ഓ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അറിവുകളിൽ നിന്നും അഭിപ്രായങ്ങൾ മാത്രം ഉണ്ടാകുന്നു. അറിവുകൾ വർദ്ധിക്കുമ്പോൾ അഭിപ്രായങ്ങൾ വർദ്ധിക്കുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ അവിടെ യേശു കർത്താവ് മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിവുകളിൽ നിന്ന് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കൂട്ടർ പറഞ്ഞു, നീ ഏലിയാവ് എന്ന പ്രവാചകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. കാരണം അവരുടെ അറിവിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വിടുതലുകൾ ചെയ്തിട്ടുള്ളത്, ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളത് ഏലിയാവ് എന്ന പ്രവാചകനാണ്. ഇപ്പോൾ യേശു കർത്താവിലൂടെയും അത്ഭുതങ്ങൾ നടക്കുന്നു. ഇപ്പോൾ യേശുവിലൂടെയും വിടുതൽ നടക്കുന്നു. ഇപ്പോൾ യേശു തൊടുമ്പോൾ അന്ധന്റെ കണ്ണ് തുറക്കുന്നു, യേശു പ്രാർത്ഥിക്കുമ്പോൾ മുടന്തൻ നടക്കുന്നു. അത്ഭുതങ്ങൾ യേശുവിലൂടെ നടക്കുന്ന കണ്ടപ്പോൾ അവരുടെ അറിവിൽ ഇതുപോലെ അത്ഭുതം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഏലിയാവ് എന്ന പ്രവാചകനാ. അതുകൊണ്ടാണ് അവരുടെ അറിവിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞത്, ഏലിയാവ് എന്ന പ്രവാചകൻ മരിച്ചവരിൽ നിന്നും എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, നീ യിരെമ്യാ പ്രവാചകനാണ്. എന്തുകൊണ്ടാണ് അവർ യിരെമ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? അവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ്. കാരണം അവരുടെ അറിവിൽ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും വന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനാണ് യിരെമ്യാവ് എന്ന പ്രവാചകൻ. യിരെമ്യാവിന്റെ പ്രവചനങ്ങൾ നോക്കിയാൽ ഒറ്റയിടത്തും യിരെമ്യാവ് ആരെയും സന്തോഷിപ്പിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഒറ്റയിടത്തും യിരെമ്യാവ് ആരെയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിട്ടിട്ടില്ല. മുഖത്ത് നോക്കി ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് യിരെമ്യാവ്. ഇപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിലും അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ യേശു സംസാരിച്ചത്. അതുകൊണ്ട് അവരുടെ അറിവിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, യിരെമ്യാ പ്രവാചകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. മറ്റു ചിലർ പറഞ്ഞു, ഇത് യോഹന്നാൻ സ്നാപകനാണ്. കാരണം അവരുടെ അറിവിൽ ആ കാലത്ത് ശിഷ്യന്മാരുണ്ടായിരുന്നത് യോഹന്നാൻ സ്നാപകന് മാത്രമാ. എന്നാൽ ഇപ്പോൾ യേശുവിന്റെ കൂടെയും ശിഷ്യന്മാരുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. അറിവുകളിൽ നിന്ന് ഓരോരോ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ചിലർ ഏലിയാവെന്നും ചിലർ യിരെമ്യാവെന്നും ചിലർ യോഹന്നാൻ സ്നാപകനെന്നും അവരുടെ അറിവുകളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പത്രോസ് എഴുന്നേറ്റ് വന്ന് പറഞ്ഞ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു. ഈ സമയത്ത് യേശു പത്രോസിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ബെറയോനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഭാഗ്യവാൻ എന്ന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ ഈ ഭാഗ്യവാൻ എന്നുള്ള പദം തെറ്റാണ്. മലയാളം ബൈബിളിൽ പലയിടത്തും ഭാഗ്യവാൻ 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 എഴുതിയിട്ടുണ്ട്. ഇത് ലോട്ടറി അടിക്കുന്ന ഇടപാടല്ല. ഇത് ഭാഗ്യവാൻ ഭാഗ്യവാൻ, സ്തോത്രം. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഭാഗ്യവാൻ എന്നുള്ള പദമല്ല. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിക്കോ, അവിടെയെല്ലാം ബ്ലസ്സഡ് മാൻ ബ്ലസ്സഡ് മാൻ ബ്ലസ്സഡ് മാൻ എഴുതിയിരിക്കുന്നത്. ബെറയോനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടവരുടെ നടുവിലുണ്ട്? ബെറയോനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടോ, ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ആമീൻ. പത്രോസേ, ഇത് അറിവല്ല, ഇത് ബൈബിൾ കോളേജിൽ നിന്ന് ലഭിച്ചതല്ല, ഇത് ആമീൻ സ്തോത്രം നീ പഠിച്ചെടുത്തതല്ല, നിന്റെ അപ്പനും അമ്മയും നിനക്ക് പകർന്നു തന്നതല്ല, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് നിനക്ക് കിട്ടിയതല്ല. ബെറയോനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതൊരു വെളിപ്പാടാ. ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. എത്ര പേര് ആമീൻ പറയും? യേശു ക്രിസ്തു എന്ന വെളിപ്പാടിന്റെ മേലാണ് ദൈവം നിന്റെ സഭയെ പണിയുന്നത്. പൗണ്ടിന്റെ മേലല്ല, പാരമ്പര്യത്തിന്റെ മേലുമല്ല, നിന്റെ അറിവിന്റെ മേലുമല്ല, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ മേലുമല്ല. യേശു ക്രിസ്തു എന്ന വെളിപ്പാടിന്റെ മേലാ ദൈവം നിന്റെ സഭയെ പണിയുന്നത്. ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ദൈവം തന്റെ സഭയെ പണിയുന്നത് അറിവുകളുടെ മേലല്ല, വെളിപ്പാടുകളുടെ മേല. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആ റെവലേഷനായി
ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും താൻ വചനത്തെ പ്രസ്താവിച്ചത് അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പ്രസംഗങ്ങൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനങ്ങളായിരുന്നു. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളും സ്തോത്രം ജ്ഞാനത്തിന്റെ പ്രസ്താവനകളും അല്ലായിരുന്നു അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ. അവരുടെ ശുശ്രൂഷ യേശു ഇന്നും ജീവിക്കുന്നെന്ന് പ്രൂവ് ചെയ്യുന്ന മിനിസ്ട്രി ആയിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് താൻ പോകേണ്ട സ്ഥലത്ത് തനിക്ക് മുൻപായി ഈ 2 പേരെ കർത്താവ് അയച്ചു. ഞാൻ എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. ഒന്ന്, യേശു അവരെ വേർതിരിച്ചു. താൻ പോകേണ്ട ഇടത്തേക്ക് കർത്താവ് അവരെ അയച്ചു. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അറിയുക, ദൈവം നിങ്ങളെ വേർതിരിച്ചത്, ദൈവം നിങ്ങളെ ഈ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആയിരിക്കുന്നത് ഒരു ചർച്ചിൽ പോണമല്ലോ, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ആരാധിക്കാൻ പോയില്ലേ, മോശമല്ലേ എന്ന് കരുതിയിട്ടല്ല ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നിങ്ങളെ ദൈവം വേർതിരിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഇത് ഏറ്റെടുക്കുമോ? സ്തോത്രം. സഭയെ വളർത്തുവാൻ അല്ലെങ്കിൽ സഭ വളരുവാൻ ഏറ്റവും കാതലായ ഒരു വസ്തുതയിലേക്കാണ് ഞാൻ വരുന്നത്. എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ അനേകർ ഇന്ന് രാവിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം നടന്നു. അവിടെ നടന്ന മീറ്റിംഗ് ഇന്ന് പ്രഭാതങ്ങൾ ലൈവായിട്ട് പാസ്റ്റർ വീട്ടിലിരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടു. ഇന്നും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം നടത്തി. ഇന്നും അനേകം പ്രിയപ്പെട്ടവർ കടന്നു വന്നു. ദൈവം തന്നെ സഭയെ വളർത്തുന്നതും ദൈവം തന്നെ സഭയെ പണിയുന്നതും നമ്മുടെ ആരുടെയും പെർഫോമൻസ് കൊണ്ടല്ല. ഇനി നമ്മൾ എത്ര പെർഫോം ചെയ്താലും ഇത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമില്ല, ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവം അത്രേ. അപ്പൊ വളരാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് നിങ്ങളുടെ മനോഭാവം മാറണം. എന്നാ സ്വതന്ത്രം പോയെ? 2008 ഡിസംബർ 11 ഒരു ഉപവാസ പ്രാർത്ഥനയോടെ ആരംഭിച്ച കൊട്ടാരക്കരയിലെ ദൈവസഭ ഈ 2012 ഞാൻ നിൽക്കുമ്പോൾ ആയിരങ്ങളായി ദൈവം വർദ്ധിപ്പിച്ചു. ഞാനല്ല, ദൈവം വർദ്ധിപ്പിച്ചു. ദൈവം അതിനെ വളർത്തി. ഇപ്പോൾ ഏകദേശം 3000-ലധികം ആൾക്കാർ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ 10,000-5000 പേർ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? നടുന്നവനും നനയ്ക്കുന്നവനുമില്ല, പക്ഷെ നടാൻ ഒരുത്തൻ വേണം, നനയ്ക്കാൻ ഒരുത്തൻ വേണം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, വളർത്തുന്ന ദൈവമാണ് എന്ന് എൻ്റെ മനോഭാവത്തിന് ഇതൊന്നും ഞാൻ തൃപ്തനല്ല. ഞാൻ എൻ്റെ ചർച്ചിൽ ഇന്നും പറയുന്നൊരു കാര്യം, എൻ്റെ പൊന്ന സഹോദരങ്ങളെ, വരാൻ പോകുന്ന ഉണർവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള വോളണ്ടിയേഴ്സ് പോലും ഇന്നായിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലായി? വരാൻ പോകുന്ന ഉണർവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള വോളണ്ടിയേഴ്സ് പോലും ഇന്ന് സഭയിൽ വന്നിട്ടില്ല. ഇതിലധികം ആൾക്കാരെ വോളണ്ടിയേഴ്സ് ആയിട്ട് വേണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ എന്തെങ്കിലും ആയി എന്ന മനോഭാവം എൻ്റെ ഉള്ളിൽ വന്നാൽ, എന്തോ ആയിത്തീർന്നു എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങിയാൽ, അതോടുകൂടെ എൻ്റെ ചിറകുകൾ അവിടെ ഒടിയുകയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? ഇനിയും വളരണം, ഇനിയും പഠിക്കണം, ഇനിയും ഉയരണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്നവരെ, ഇനിയും വളരണം, ഇനിയും പഠിക്കണം എന്ന മനോഭാവത്തോടെ നാം ദൈവസന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ ആയിരുന്നാൽ ദൈവം നമ്മളെ വളർത്തുകയും മാനിക്കുകയും ചെയ്യും. ആയതിനാൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, യേശു കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്ത് യേശു അവരെ അയച്ചു. ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. 1, അവനവരെ തിരഞ്ഞെടുത്തു. 2, അവനവരെ അയച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്താന്ന്? ആ ഉറപ്പുള്ളവരുന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആ ഉറപ്പില്ല പൊന്നച്ച, സമയം ഇപ്പൊ ഒരു 2:45 ആയി വരുന്നു. വീട്ടിൽ പോയാൽ ഒരു 2 മണിക്കൂർ ഉറങ്ങാം. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഇവിടെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ട. പോകുന്നതാ ബുദ്ധി. എന്നെ ദൈവം തെരഞ്ഞെടുത്താന്ന് ഉറപ്പുള്ളവർ ഇവിടെ ഇരുന്നിട്ടേ പ്രയോജനമുള്ളൂ. ഒന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അവൻ എന്നെ തിരഞ്ഞെടുക്കുകയും അവൻ എന്നെ ദത്തെടുക്കുകയും ചെയ്തു. ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. ദൈവദാസനെ, ആ വാക്യം ഒന്ന് വായിക്കാൻ കഴിഞ്ഞാൽ വളരെ
പ്രയോജനമായിരിക്കും. ഞാനത് ശുശ്രൂഷിക്കാൻ വന്നതല്ല. എങ്കിലും എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ രഞ്ജിത്ത് സ്തോത്രം ആരെങ്കിലും ഒരു ദൈവദാസൻ ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ. സുനിൽ പാസ്റ്റർ ആരെങ്കിലും വായിച്ചാട്ടെ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ. എല്ലാവരും ഈ വാക്യം ഒന്ന് ചേർന്ന് പറയാം. നല്ലതാ വാക്യം പറയുന്നത്. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ. ഞാൻ മർത്തോമപ്പള്ളിയിലല്ല കേട്ടോ നിൽക്കുന്നേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. 1999 രക്ഷിക്കപ്പെട്ടു. 99, 2001 അവിടെ ഇവിടെയായിട്ടൊക്കെ നിന്നൊരു സമയം ഞാൻ ഓർക്കുന്നു. പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ പോരുന്നു. അതേ ഒരു അന്തരീക്ഷം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ ഇത് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ സാലറി ഒന്നും കുറയത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സാലറി ഇല്ലെങ്കിൽ അത് കൂടും. വാക്യം പറഞ്ഞ അനുഗ്രഹമാ. സാലറി കൂടാൻ വേണ്ടി ആരും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ചാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ. ശകലമല്ല പിന്നെനാ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കാന്നാണോ? അനുഗ്രഹിക്കാന്നാണോ? നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. പിതാവായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. വായിച്ചാട്ടെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. അവിടെ നിൽക്കട്ടെ. അപ്പൊ കർത്താവ് എന്തിനാ എന്നെ തെരഞ്ഞെടുത്തേ? ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത നിങ്ങൾ കൈ ഉയർത്തിയല്ലോ. അതുകൊണ്ട് ഇപ്പൊ ആരും മിണ്ടുന്നില്ലയോ? ദൈവം നിങ്ങളെ എന്തിനാ തെരഞ്ഞെടുത്തേ? ഇനി തെരഞ്ഞെടുപ്പ് എന്തുവാന്നുകൊണ്ട് പറഞ്ഞിട്ട് അതിലോട്ട് വരാം. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാറുണ്ട്. പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് വരാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേന് എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയില്ല. എല്ലാവരും MLA ആകത്തില്ല. എല്ലാവരും MP ആകത്തില്ല. 10,000ങ്ങളുടെ ഇടയിൽ നിന്നും ഒരാളെ എടുക്കുന്നതാ തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ടെസ്കോയിലോ അസ്തായിലോ ചെന്ന് നിങ്ങളൊരു ഷർട്ട് എടുക്കാതിരിക്കട്ടെ, 100 കണക്കിന് ഷർട്ടുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എടുക്കുന്നതാ തെരഞ്ഞെടുപ്പ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, അൽഫയും ഒമേഗയുമായവൻ, അത്ഭുതത്തിന്റെ മന്ത്രിയായവൻ, വീരനായ ദൈവമായവൻ, നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായവൻ, വന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെക്കാൾ കഴിവുള്ളവരുണ്ടായിരുന്നപ്പോൾ, നിങ്ങളുടെ സമൂഹത്തിൽ മറ്റ് 10,000 ഉണ്ടായിരുന്നപ്പോൾ, അവൻ നിങ്ങളുടെ ദേശത്ത് നിങ്ങളെക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നപ്പോൾ, അതിന്റെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ what a great privilege. ഓ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? what a mighty God we serve. എത്ര വലിയവനായ ദൈവത്തെയാ ഇന്ന് സേവിക്കുന്നേ. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു? Praise the Lord. 1000ങ്ങളുടെ ഇടയിൽ നിന്ന് 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവത്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പ്രസാദം തോന്നി. പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവിനാൽ നിങ്ങൾ ആകൃഷ്ടരായി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ നോർത്തെ എത്ര വലിയ പദവിയാ ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അതിന്റെ മൂല്യം, അതിന്റെ വാല്യൂ നിങ്ങൾ കുറച്ചു കളയരുത്. വീണവരെയും പരാജയപ്പെട്ടവരെയും നോക്കി ഈ ആത്മീയ സമൂഹത്തിൽ ആത്മീയത അഭിനയിച്ചുകൊണ്ട് ആത്മീയതയെ സ്തോത്രം കച്ചവടമാക്കിയവരെ നോക്കി നിങ്ങളെ വിളിച്ച ദൈവത്തെയും നിങ്ങളെ വിളിച്ച വിളിയെ നിങ്ങൾ കുറച്ചു കളയരുത്. നിങ്ങളെ വിളിച്ചവൻ സർവശക്തനാ. നിങ്ങളെ വിളിച്ചവൻ സർവശക്തനാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അവൻ നിങ്ങളെ ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. ആമേൻ. അപ്പൊ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് വേണം അടുത്തത് കേൾക്കാൻ. ആമീൻ. 1000ങ്ങളുടെ 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്റെ കുടുംബത്തിൽ മറ്റ് പലരും ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വെളിപ്പെടാത്ത സത്യത്തെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായിരുന്നതിനെ ശിശുവായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അവർക്കാർക്കും കേൾക്കാൻ കഴിയാത്ത സന്ദേശങ്ങൾ, മെസ്സേജുകൾ എന്നെ ദൈവം കേൾപ്പിച്ചു. അവർക്കാർക്കും എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്തത് എനിക്ക് ദൈവം മനസ്സിലാക്കി. ഓ എത്ര വലിയവനായ ദൈവമായത്. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? തിരുഹിത പ്രകാരം
യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ തിരഞ്ഞെടുത്തത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. നിഷ്കളങ്കത എന്ന പദത്തിന് ഇംഗ്ലീഷ് ഇന്റഗ്രിറ്റി എന്നാ കൊടുത്തിരിക്കുന്നത്. നേരുള്ളവർ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നേരുള്ളവരുമാകേണ്ടതിനാ അവൻ നമ്മളെ തെരഞ്ഞെടുത്തേ. ചേർന്ന് സ്തോത്രം ചെയ്യാം. നാം അവന്റെ സന്നിധിയിൽ ദൈവം തെരഞ്ഞെടുത്തെന്ന് ഉറപ്പുള്ളവർ ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. എന്തിനാ തെരഞ്ഞെടുത്തേ? അവന്റെ സന്നിധിയിൽ. ആദ്യത്തതാ വിട്ടത്, അതാ പലർക്കും ഇല്ലാത്തത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും. വിശുദ്ധരും എങ്ങനെ? 1 പത്രോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. വാക്യം നിങ്ങൾ നോക്കുക. അതിന്റെ അടുത്ത വാക്യം നമുക്കറിയാം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. പക്ഷെ 15 നമുക്കറിയില്ല, 16 അറിയാം. 15 എന്നാ എഴുതിയിരിക്കുന്നത്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പൊ ആരാ നിങ്ങളെ വിളിച്ചേ? സംശയമുണ്ടോ? നിങ്ങളെ വിളിച്ചതാരാ? അയ്യോ, ഞാനിപ്പോ പറയുന്ന ഈ വാക്യം ഒത്തിരി അങ്ങ് പ്രൊഫസർ ആകണ്ട. സ്വോത്രം. നിങ്ങളെ വിളിച്ചതാരാ? വിശുദ്ധനാ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. എങ്ങനെയുള്ള മക്കളായി? അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. എല്ലാ ഈ ടിപ്റ്റണി എനിക്ക് മാത്രമല്ല, ടിപ്റ്റണിയിൽ നിന്ന് ലണ്ടനിൽ പോകുമ്പോഴും ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും വേറെ എവിടെ ആയാലും നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. സ്വോത്രം. അല്ലെ, സ്വോത്രം കുറയുമെന്ന് എനിക്കറിയാം. കാരണം കറക്റ്റ് മെസ്സേജ് വരുമ്പോഴാണ് ഈ സ്വോത്രം കുറയുന്നേ. ഇതിന്റെ സൈക്കോളജി ഞാൻ കുറച്ചാൾ മുമ്പാ പഠിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ബഹളം നടക്കുമ്പോഴാണ് മെസ്സേജ് സക്സസ് ആകുന്നതെന്നാ. എന്റെ റെവലേഷൻ ദൈവം മാറ്റി. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി, ജനം സൈലന്റ് ആകുന്നുണ്ടോ? സംഭവം ഏൽക്കുന്നുണ്ട്. ഇപ്പോഴാ ഇതിന്റെ ഗുഡൻസ് എനിക്ക് പിടികിട്ടി. പ്രൈസ് ദി ലോർഡ്. മറ്റേതൊരു പരുവത്തിന് വെളിയിൽ കൂടി ഇങ്ങനെ പറന്നങ്ങ് പോത്തേ ഉള്ളൂ. ഇതങ്ങ് അകത്തോട്ട് കയറുക, അതിന്റെ ഒരു നിശബ്ദതയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പോൾ ഒന്ന്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിന്? അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് കേൾക്കാം. സ്തോത്രം. നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കുക മാത്രമല്ല, പിന്നെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. നമ്മെ എന്നെ എങ്ങനെ എടുത്തു? അടുത്തിരിക്കുന്നവൾ പറയാമോ, യേശു എന്നെ ദത്തെടുത്തെന്ന് പറയാമോ? അല്ല, വേദോത്സവത്തിലെ വാക്യം അടുത്തിരിക്കുന്നവളോട് പറയാമോ, യേശു എന്നെ ദത്തെടുത്തു? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പില്ലേ? വേദോത്സവത്തിലോട്ട് കണ്ണാടി സൂക്ഷിച്ചു വെച്ചോ, നോക്കി നോക്കുക വെച്ചാ അങ്ങനെ ഒരു വാക്യം ഉണ്ടോ നോക്കി. തിരുഹിത പ്രകാരം എന്നെ എന്ത് ചെയ്തു? എന്നെ അഡോപ്റ്റ് ചെയ്തു. ആരഡോപ്റ്റ് ചെയ്തു? യേശു എന്നെ അഡോപ്റ്റ് ചെയ്തു. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്നെ മകനാക്കിയത്, നിങ്ങളെ പുത്രിയാക്കിയത്, നിങ്ങളെ പുത്രനാക്കിയത് സ്വാഭാവിക കൊമ്പുകളായതുകൊണ്ടല്ല. കാട്ടൊലിവായിരുന്ന എന്നെ ഈ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്വഭാവത്താൽ ഞാനും നിങ്ങളും ജാതികളായിരുന്നു. എന്റെ പാസ്റ്റർ, ഇതൊന്നും ഇവിടെ എടുക്കുന്ന മെസ്സേജ് അല്ല, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, ഈ വീഡിയോയ്ക്ക് കൂടെ വേണ്ടിയാ പറയുന്നത്. ഇത് 10,000 പേർക്ക് അനുഗ്രഹമാകും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സ്വഭാവം നോക്കിയാൽ ഞാൻ ദൈവപൈതലായിരിക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. എന്റെ ക്വാളിറ്റി നോക്കിയാൽ ഒരു കർത്താവിന്റെ പൈതലായിരിക്കുവാൻ, ഒരു ദൈവമകനായിരിക്കുവാൻ, ഒരു ദൈവമകളായിരിക്കുവാൻ എനിക്ക് ഒരർഹതയുമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ഒരു കാരണവുമല്ല. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പിന്നെയും പറഞ്ഞത്, ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള ശേഷിപ്പിൻ പ്രകാരം, തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, പ്രവൃത്തിയാലെങ്കിൽ കൃപയല്ല.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്റെ പെർഫോമൻസ് കൊണ്ടോ എന്റെ ക്വാളിറ്റി കൊണ്ടോ അല്ല ഞാൻ ദൈവവേദനായി മാറിയത്. ഒറ്റ വാക്ക പൗലോസ് അതിന് പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇത് പറഞ്ഞാൽ തീരാത്ത ദാനമായതുകൊണ്ട്, ഇത് പ്രസംഗിച്ചാൽ തീരാത്ത വിഷയമായതുകൊണ്ട് പൗലോസ് ഒറ്റ വാക്കിൽ ഒതുക്കി. പ്രൈസ് ദി ലോർഡ്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്നെ ദത്തെടുത്തു. ആരെയാ ദത്തെടുക്കുന്നേ? സ്വാഭാവികമായി ഒരു കുടുംബത്തിൽ ആ വ്യക്തികൾക്ക്, ആ ഭാര്യയ്ക്ക്, ആ ഭർത്താവിന്, ആ സ്ത്രീക്ക്, ആ പുരുഷന് ഒരു കുഞ്ഞില്ലെങ്കിൽ, ഒരു മകനില്ലെങ്കിൽ, ഒരു മകളില്ലെങ്കിൽ, ആ ഭവനത്തിൽ നന്മ അനുഭവിക്കേണ്ടതിന് ഒരു കുഞ്ഞിനെ ദീർഘനാളുകൾ കഴിഞ്ഞവർക്ക് തലമുറകളെ ലഭിച്ചില്ലെങ്കിൽ, മക്കളായിരിക്കേണ്ടവർ മക്കളായില്ലെങ്കിൽ ദത്തെടുക്കേണ്ടി വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്തുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത എന്നെ നിങ്ങളെ ദത്തെടുത്തത്? സ്വഭാവം നോക്കിയാൽ സ്വാഭാവികമായി മക്കൾ എന്ന പേരിന് അവകാശമില്ല, അധികാരമില്ല. എന്നാൽ മക്കളായിരിക്കേണ്ട ഇസ്രായേൽ ജനം അവനിൽ വിശ്വസിക്കാത്തതിനാൽ അവരെ മക്കളായി സ്വീകരിക്കുവാൻ കഴിയാത്തത് നിമിത്തം ജാതികളായിരുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ദത്തെടുത്തു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോ നിങ്ങൾക്ക് ഉറപ്പായോ പിതാവായ ദൈവം ക്രിസ്തുയേശുവിലൂടെ നിങ്ങളെ ദത്തെടുത്തെന്ന്? അങ്ങനെയെങ്കിൽ ഓർക്കുക, ലോകത്തിൽ വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തലമുറകളില്ലെങ്കിൽ അദ്ദേഹം ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഓർഫനേജ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു മോൻ ഇരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ആ മോന്റെ മുഖം നോക്കിയാൽ ഇഷ്ടപ്പെടില്ല, സ്തോത്രം, അവന്റെ വസ്ത്രം നോക്കിയാൽ ഇഷ്ടപ്പെടില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കാൻ, ഒരു കവറ് പാല് മേടിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അപ്പനും അമ്മയും അവനെ ഓർഫനേജിൽ കൊണ്ട് ഇട്ടിട്ട് പോയതാ. ശ്രദ്ധിച്ചു കേട്ടോണം. പ്രൈസ് ദി ലോർഡ്. അനാഥൻ എന്ന വിധി എഴുതി ആരോരുമില്ലാത്തവനായി, ആഹാരമില്ലാത്തവനായി തീർന്നതിനാൽ അവൻ ഓർഫനേജിൽ കിടക്കുമ്പോൾ ഈ ധനാട്ടിനായ മനുഷ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും കോടീശ്വരനായ, ധനവാനായ മനുഷ്യൻ ഇവനെ ദത്തെടുത്തെന്നിരിക്കട്ടെ, ബിൽ ഗേറ്റ്സ് ഇവനെ ദത്തെടുത്തെന്നിരിക്കട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ബിൽ ഗേറ്റ്സ് ഇവനെ ദത്തെടുത്ത് കഴിയുമ്പോൾ ആരാണോ ഇവനെ ദത്തെടുത്തത്, ഇനി അവൻ ജീവിക്കുന്നത് പഴയ സ്റ്റാൻഡേർഡിലല്ല, ദത്തെടുത്തവന്റെ സ്റ്റാൻഡേർഡിലാ. ഓ മൈ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മളെ ദത്തെടുത്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സംഭവിച്ചത് വലിയ കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ ആഴമേറിയ സന്ദേശം അടുത്ത ദിവസങ്ങളിൽ ഷെഫീൽഡിൽ ഉപവാസ പ്രാർത്ഥനയെ തൊടാനിരിക്കുക. കർത്താവോട് അത് വലിയ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഇതിന്റെ ഒരു സൈഡ് ഭാഗം മാത്രമേ ഇന്ന് ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആരാണോ എന്നെ ദത്തെടുത്തത്, ഇനി ഞാൻ ജീവിക്കുന്നത് അവന്റെ സ്റ്റാൻഡേർഡിലാണ്. എടാ, ബിസ്ക്കറ്റ് മേടിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് നിന്നെ ഓർഫനേജിൽ ഇട്ടത്. ഒരു പാല് മേടിച്ചു തരാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നിന്നെ അവിടെ കൊണ്ട് കളയേണ്ടി വന്നതെങ്കിൽ, നിന്നെ ദത്തെടുത്തവൻ ബിൽ ഗേറ്റ്സ് ആണെങ്കിൽ ഇനി നിനക്കൊരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങാരെ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി മേടിച്ചു തരും. അവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇനി എന്റെ ജീവിതം എന്നെ ദത്തെടുത്തവന്റെ ആസ്തി അനുസരിച്ചാണ്. ഇനി എന്റെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യുന്നത് എന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡിലാണ് ഇനി മകൻ ജീവിക്കാൻ പോകുന്നത്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നില്ല? ഇവിടെ പലർക്കും സംഭവിച്ച കാര്യം, ഈ വെളിപ്പാടകത്തില്ലാത്തത് കൊണ്ട് ലോകത്തിന്റെ കൾച്ചറിലും ലോകത്തിന്റെ സ്റ്റാൻഡേർഡിലും കുടുംബത്തിന്റെ കൾച്ചറിലും ജീവിതം നയിക്കുന്നതിനാൽ പലരുടെയും ജീവിതം പരാജയമാ. എന്നാൽ ജീവിതം നയിക്കേണ്ടത് ഈ അപ്പന്റെ സ്റ്റാൻഡേർഡിലാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അപ്പന്റെ പ്രത്യേകത എന്താ? ഈ അപ്പന്റെ സ്റ്റാൻഡേർഡിൽ വളരുന്ന ദത്തെടുത്ത പുത്രനും ദത്തെടുത്ത പുത്രിയും കേൾക്കണം. ഈ അപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ അപ്പൻ പാപത്തോട് കോംപ്രമൈസ് ചെയ്യില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ അപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ലോകത്തോട് ഇണങ്ങിച്ചേരില്ല. ഈ അപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ തൊടുന്നതൊക്കെയും അത്ഭുതമായിരിക്കും, അവൻ തൊടുന്നതൊക്കെയും ജയമായിരിക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് വായ തുറന്ന് ഒന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കാൻ കഴിവുള്ള ഈ അപ്പൻ, ഈ പിതാവ്, സ്തോത്രം, ആൽഫയും ഒമേഗയുമായവൻ, അവൻ പുരാതന സമ്പത്തുകൾ കൈവശമുള്ളവൻ, അവൻ എല്ലാവിധ നന്മകളാലും നമ്മെ നിറയ്ക്കുന്നവൻ, എല്ലാവിധ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ച പിതാവിന്റെ മകനായി മകളായി നടക്കുമ്പോൾ നീ ഒരു വ്യക്തിയോട് കടം ചോദിക്കുന്നത് അവന്റെ സ്റ്റാൻഡേർഡിൽ പെട്ടതല്ല. നീ ഒരു വ്യക്തിയോട് ഒരാവശ്യത്തിന് വേണ്ടി ഇരക്കുന്നത് അവന്റെ സ്റ്റാൻഡേർഡിൽ പെട്ടതല്ല. അവന്റെ
അവന്റെ സ്റ്റാൻഡേർഡ് എന്നാന്ന് ഞാൻ പറയാം. ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാമോ? അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ. ഞാൻ പറയാം, ഈ വെളിപ്പാട് അകത്ത് കയറിയാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലത് നിനക്ക് വിളിച്ചു വരുത്താൻ കഴിയും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. Amen. Praise the Lord. Praise the Lord. ഒന്നാമത്തെ വിഷയം, ഈ 70 പേരെ, ഇതിന്റെ ബാക്കി ഞാൻ ഷെഫീൽഡിൽ എടുക്കും. എനിക്ക് ദൈവമക്കൾ എന്നുള്ള വിഷയമാണ് ഷെഫീൽഡിൽ ആ മീറ്റിംഗിൽ തൊടാൻ കർത്താവ് നിയോഗം തരും. നിങ്ങൾ വരാൻ കഴിയുന്നവരൊക്കെ ആ മീറ്റിംഗിൽ വരണം. നിങ്ങളുടെ ജീവിതത്തെ അത് ട്രാൻസ്ഫോം ചെയ്യും. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, കർത്താവ് ഇവരെ തെരഞ്ഞെടുത്തു. 2, അടുത്ത വാക്യം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ 2 പേരെയായി താൻ പോകുവാനുള്ള ദേശത്തിൽ തനിക്ക് പകരമായി യേശു അവരെ അയച്ചു. 1, അവർ വിളിക്കപ്പെട്ടവർ. 2, അവർ അയക്കപ്പെട്ടവർ. എത്ര പേർ സ്തോത്രം ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഈ ശുശ്രൂഷയുമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പം, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായി, എൻ്റെ ദൈവദാസനാലും എൻ്റെ സഭയാലും അയക്കപ്പെട്ടവനായും ഇവിടെയുള്ള ഈ ദൈവസഭയാൽ ക്ഷണിക്കപ്പെട്ടവനായും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇന്ന് സത്യമായ എൻ്റെ ദൈവദാസന്മാരെ, ഈ ആത്മീയ ലോകത്തിൽ ആത്മീയ അനാഥത്വം അനുഭവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മീതെയുള്ള എൻ്റെ ദൈവദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പ്രാർത്ഥിച്ചയച്ച ദൈവസഭയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. തിമോത്തിയോസിനെ പൗലോസ് വിളിച്ചത് എൻ്റെ നിജപുത്രനായ തിമോത്തിയോസ് എന്ന. അപ്പോസ്തലനായ പൗലോസിന് അനേക ആത്മീയ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ പുത്രന്മാരായിരുന്നു ഫിലോമോൻ, തിമോത്തി, എഫപ്രാസ്, തീത്തോസ് തുടങ്ങിയ പുത്രന്മാർ, ആത്മീയ പുത്രന്മാർ പൗലോസിനുണ്ടായിരുന്നു. ഞാനൊരു കാര്യം വാസ്തവമായി പറയാം, എൻ്റെ ജീവിതത്തെ എനിക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞതും, അല്പമെങ്കിലും സ്തോത്രം ദൈവസഭയ്ക്ക് വേണ്ടി ചില അടിസ്ഥാനങ്ങളാണ് കഴിഞ്ഞതും, അനേക കുടുംബങ്ങളെ ക്രിസ്തേശുവിൽ പണിയാൻ കഴിഞ്ഞതും, ദൈവസഭയെ ഇന്ന് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതിന്റെ ഒരു കാരണം ഞാൻ പറയാം. എനിക്ക് മീതെയുള്ള എൻ്റെ ദൈവദാസനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യമല്ലേ എൻ്റെ സഹോദരങ്ങളെ? ഇന്ന് ആത്മീയ അനാഥന്മാരല്ലേ തോന്നെ? ബ്രദർ ഏത് സഭയിലാ പോന്നെ? മറുപടി അങ്ങനൊന്നുമില്ല. ഇന്ന് അവിടെ ആണെങ്കിൽ അടുത്ത ആഴ്ച ഇവിടെ. നോ, നിങ്ങൾ അങ്ങനെയാകരുത്. നമുക്കൊരു ആത്മീയ, ഒരു സ്പിരിച്വൽ കവറിംഗ് നമുക്ക് ആവശ്യമാണ്. ദൈവസഭ എന്ന് പറയുന്നത്, ദ ചർച്ച് ഈസ് നോട്ട് എ പാസ്റ്റർ ആൻഡ് പ്രോപ്പർട്ടി, ദ ചർച്ച് ഈസ് എ ഫാദർ ആൻഡ് ഫാമിലി. സഭ എന്ന് പറയുന്നത് പാസ്റ്ററും കുറെ വസ്തുവും കുറെ വണ്ടിയും കുറെ ആൾക്കാരുമല്ല. സഭ എന്ന് പറയുന്നത് അപ്പനും മക്കളും പോലെ വളരുന്ന സ്ഥലമാണ്. ദൈവസഭയെ കുറിച്ച് പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, സഭ എന്ന് പറയുന്നത് ആത്മീയ ഭവനമാണ്. ദ ചർച്ച് ഈസ് എ സ്പിരിച്വൽ ഹൗസ്. ആത്മീയ ഭവനമാണ് ദൈവസഭ. ഒരു ഭവനത്തിൽ അപ്പനുണ്ട്, ഒരു ഭവനത്തിൽ മക്കളുണ്ട്. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ വളരെ വാസ്തവമായി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. നോക്കിയേ, എന്താ ഈ സ്പിരിച്വൽ കവറിങ്ങിന്റെ പ്രത്യേകത? ഞാൻ ആ വിഷയം ഷെഫീൽഡ് ചർച്ചിൽ ഒരു സെക്ഷൻ തൊടുവാനിടയായി. ഇനി അതിലധികമായി പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ തൊട്ടുപോകട്ടെ. എന്താ സ്പിരിച്വൽ കവറിങ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സുരക്ഷിത മേഖലയാണ് സ്പിരിച്വൽ കവറിങ്. നോക്കി, യേശു കർത്താവ് ഇവർക്ക് സ്പിരിച്വൽ കവറിങ് കൊടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവരെ ഈ 2 പേരായി കർത്താവ് അയച്ചിട്ട് യേശു കർത്താവ് എന്നാ ചെയ്തെന്നറിയാമോ? അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഗുരുവേ, നിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ ഇളകി, നിന്റെ നാമം പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ 2 പേരായി ഞാൻ അയച്ചില്ലേ? ആ സമയം മുതൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ വീഴുന്നത് പോലുള്ള കാഴ്ച ഞാൻ കണ്ടു. എന്തുകൊണ്ടാ കാഴ്ച കണ്ട? നീയൊക്കെ ശുശ്രൂഷിക്കാൻ പോയപ്പോ മറുഭാഗത്ത് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയെ ജാഗരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, എനിക്ക് മീതെയുള്ള ആത്മീയ കവറിങ്ങിനായി, ആ സ്പിരിച്വൽ കവറിങ്ങിനായി അയക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി വായ്കൾ തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവദാസന് വിധേയപ്പെട്ടിരുന്നുകൊണ്ട് കർത്താവിന് ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. വിധേയത്വം ഒരു അനുഗ്രഹമാണ്. പറഞ്ഞ്, വിധേയത്വം ഒരു അനുഗ്രഹമാണ്. പലയിടത്തും വിധേയപ്പെടുവാനായി വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കുക, വിധേയത്വം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ പാറ്റേൺ ആണ്, ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ ആഴമായി ദൈവം എന്നോട് പഠിക്കുക. ഒരു വാക്യം, റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ദൈവദാസനെ വേഗത്തിൽ.
ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. നോക്കിയേ, എനിക്ക് ബെറ്റർ രഞ്ജിത്ത് പാസ്റ്റർ ഒന്ന് മുമ്പിൽ വന്നാട്ടെ. സോറി പാസ്റ്ററെ, എനിക്ക് പാസ്റ്ററെ വിളിച്ച ഈ കാര്യം എനിക്ക് പറയാൻ നോക്കൂ. പ്രൈസ് ദി ലോർഡ്. കാരണം വേറെ ഏതെങ്കിലും സ്തോത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ദേവദാസൻ ഉണ്ടെങ്കിൽ ആ ദേവദാസനെ കൂടെ വിളിക്കാം. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാം. ഏത് മനുഷ്യനും എന്ത് പറഞ്ഞേ ബാക്കി വായിച്ചേ? ഈ മലയാളത്തില് കീഴടങ്ങട്ടെ എന്നുള്ള പദം തെറ്റാ കേട്ടോ. കീഴടങ്ങട്ടെ എന്നുള്ള പദം ഉച്ചരിക്കരുത്. വിധേയപ്പെടട്ടെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കീഴടങ്ങുവിൻ എന്നുള്ള പദം തെറ്റാ. അങ്ങനെ കീഴടങ്ങാത്തോണ്ടാണ് പല ഭർത്താക്കന്മാരും കീഴടക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കീഴടങ്ങുക, ഇത് പോലീസ് സ്റ്റേഷൻ അല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. അടുത്ത വാക്യം, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. അടുത്ത വാക്യം, ഇപ്പോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്താൽ അല്ലാതെ ഒരധികാരമില്ലല്ലോ. ഈ കർത്താവിന്റെ ദാസൻ ഈ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്നത് ദൈവം ഇദ്ദേഹത്തെ അധികാരപ്പെടുത്തിയുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ദൈവദാസനായിരിക്കാൻ ഒക്കത്തില്ല. ആമേൻ. സ്വയമായി ആകുന്നതല്ല ശുശ്രൂഷ, ദൈവം ആക്കുന്നതാ. UK-ലെ ഒത്തിരി പ്രശ്നം, ഇവിടെ പലരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ആൾക്കാർ സ്വന്തമായിട്ട് അങ്ങ് ആവുക. സമൂല വിട്ടിച്ചാന്ന് വിളിച്ചോണ്ടിരുന്ന അച്ചായൻ 2 മാസം കഴിഞ്ഞപ്പോ ദേ കേൾക്കുന്നു, ഇപ്പൊ പുള്ളി അങ്ങനെ വിളിക്കാൻ ഒക്കത്തില്ല, പാസ്റ്റർ സമൂലൂട്ടി എന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞു ഈ 2 മാസത്തിന്റെ ഇടയിൽ പുള്ളി പാസ്റ്റർ ആയി. എന്റെ ചോദ്യം, അച്ചാൻ ആയതാണോ ദൈവം ആക്കിയതാണോ? ആയതാണെങ്കിൽ പോക്ക, ആക്കിയതാണെങ്കിൽ നിൽക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അറിയാം, സ്വത്രം ഇത്ര ഡിമ്മ വന്നതിനാ നിങ്ങളുടെ കാര്യമാണോ ഞാൻ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ വിഴുതു പോകുന്ന കർത്താവ് പറഞ്ഞേ. അതിന്റെ മറുഭാവോടെ പറയാം, ഞാൻ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലയെ തൊടാൻ നിനക്ക് ഒക്കുകയില്ല, അതിന്റെ ചുവട്ടി വരാൻ നിനക്ക് ഒക്കുകയില്ല. കർത്താവ് നട്ടത് പിഴുതാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പൊ വെള്ളം കുടിക്കുക, കാരണം ബുദ്ധിമുട്ടി, കാരണം സംഭവം പിഴുതുന്നില്ല. കാര്യം ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. അടുത്ത വാക്യം, ഉള്ള അധികാരങ്ങളോ. വായിക്കാം ബ്രദർ. അപ്പോൾ ഒരു പാസ്റ്ററായി, ഒരു ശുശ്രൂഷകനായി ഈ കർത്തൃദാസനെ നിങ്ങൾക്ക് മീതെ ദൈവം നിയമിച്ചിരിക്കുന്നു. ഉള്ള അധികാരങ്ങളോ സെൻട്രൽ തീരുമാനിച്ചതല്ല, പ്രൈസ് ദി ലോർഡ്, കമ്മിറ്റി തീരുമാനിച്ചതല്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അധികാരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ആകയാൽ ഈ അധികാരത്തോട്, ഈ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന അധികാരിയോട് മറക്കുന്നവൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട് അവൻ മറുതലിപ്പ് കാണിക്കുന്നു. മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അങ്ങനെ എത്രയോ പേര് പ്രാപിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, നിങ്ങൾക്ക് എന്നാ സ്വതന്ത്രം വരാത്തെ? ഞാൻ പറഞ്ഞ ദൈവവചനമല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നി വേദോസവും തിരുത്തിക്കോണം, അല്ലെ എന്നെ തിരുത്തിക്കോണം. എന്താന്ന് വെച്ചാ ചെയ്തോണം. ഞാൻ പറഞ്ഞ് ശരിയാണെങ്കിൽ അത് ഏറ്റെടുത്തേ ഒക്കൂ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളോടെല്ലാം മറുതലിപ്പ് കാണിക്കുന്നു. അങ്ങനെ മറുതലിച്ച് ചാടുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. പുതിയ നിയമത്തിൽ നിനക്ക് ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വളരെ കുറവേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഇഷ്ടം പോലുണ്ട്. പുതിയ നിയമത്തിൽ ചില കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അധികാരത്തിന് വിധേയപ്പെടുക, സബ്മിഷൻ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ. കർത്താവിന്റെ മേശയെ പോലെ തന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അധികാരത്തിന് വിധേയപ്പെടുന്നത്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഹല്ലേലൂയ. ആമേൻ. അധികാരത്തോട് മറക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങൾ എത്ര പേര് അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഒറ്റ കാര്യം, അതിൽ ഒത്തിരി കാര്യങ്ങളുള്ളത്. ഒരു പ്രധാന കാര്യം, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹത്തിൻ്റെ ഒരു സീക്രട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് മീതെ ഉള്ളവർക്ക് നിങ്ങൾ വിധേയപ്പെടുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ ഈ പറയുന്നത്? ഇനി ലോകപരമായി നോക്കിയേ, പാപം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നവർക്കൊഴികെ നിന്നെ തിന്മയിലേക്ക് നടത്തുന്നവർക്ക് നീ വിധേയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നവന് എന്റെ ബോസ് അല്ലയോ, എനിക്ക് മീതിയുള്ള ആളല്ലേ, പുള്ളി, വിധേയപ്പെടരുത്. നിന്നെ നന്മയിലേക്ക് നടത്തുന്ന, നിനക്ക് മീതെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം വെച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ വിധേയപ്പെടണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എനിക്കറിയത്തില്ല ദൈവദാസ, ഈ വിഷയം കർത്താവ് തൊടുക. എബ്രായർ 13:17 വായിച്ചേ. ഇതൊന്ന് പഠിക്കുന്ന നല്ലത്. ഇതിന്റെ ഇടയിൽ എബ്രായർ 13:17 വേഗത്തിൽ വായിക്കാം. എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച്. അച്ഛാ, ഇനി നമുക്ക് കീഴടങ്ങണ്ട, കീഴടക്കുക വേണ്ട. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുവീൻ. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ. ഓ, UK വലിയ പാടാ. സ്തോത്രം. എന്നാ പിന്നെ UK ബൈബിള് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ബൈബിളാ അനുസരിക്കുന്നെങ്കിൽ ഇത് എവിടെ പോയാലും ഇത് തന്നെയാ. കർത്താവ് നിങ്ങളോട് പറഞ്ഞാണെന്നറിയോ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. കേട്ടിട്ടുണ്ടോ വാക്യം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മളെല്ലാം ലോകത്തിന്റെ ഉപ്പാണ്. നിങ്ങളെല്ലാം വിളിച്ചാൽ ഈ ഒരു ഉപ്പ് ഇതായിരിക്കുന്നു, ഒരു ഉപ്പ് ഇതായിരിക്കുന്നു, താഴെ നിൽക്കുന്ന ഒരു ഉപ്പ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ് ആഫ്രിക്കയിൽ പോയാലും ഉപ്പ, ഉപ്പ് അമേരിക്കയിൽ പോയാലും ഉപ്പ. ഈ ഉപ്പിനെ പൊതുഞ്ഞെട്ടി ഇന്തോനേഷ്യയിൽ കൊണ്ടുപോയാലും ഉപ്പ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അതിനെ എക്സ്പോർട്ട് ചെയ്ത് അതിനെ ഡാളസിൽ വിട്ടാലും ഉപ്പ. ഇവിടെ UK കൊണ്ടുവന്നാലും ഉപ്പ. ഉപ്പിന് ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ, ഇതിന് സാഹചര്യത്തിനൊത്ത് ഉപ്പ് മാറുകയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആൾക്കാരൊക്കെ പറയാം, ഓ ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയൊന്നുമല്ല. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടുത്തെ കൾച്ചറിൽ വരാൻ? നിങ്ങൾ നിൽക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ കൾച്ചറല്ലേ. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാം. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടുത്തെ കൾച്ചറിൽ വരാൻ? വേദപുസ്തകത്തിന്റെ കൾച്ചറിലല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത്. ചേർന്ന് ദൈവത്തിന് സ്വതന്ത്രം ചെയ്തേ. കാരണം നിങ്ങൾ ലോകത്തിന്റെ ഉപ്പല്ലേ. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ അവർക്ക് വിധേയപ്പെടുവീൻ. എന്തുകൊണ്ട്? അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. താഴോട്ടുള്ള വാക്യം ഒന്ന് വായിച്ചേ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞെരുങ്ങിക്കൊണ്ടല്ല. മോനെ, അത് ഭയങ്കര ഒരു പ്രസ്താവനയാ. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുവിൻ. എന്നെ നോക്കിയ ബ്രദറെ, എന്നെ നോക്കിയേ. ഇത് ഭയങ്കര ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മീതെ ഉള്ളവർ നിങ്ങളെ നടത്തേണ്ടത് ഞരങ്ങിക്കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം നിങ്ങൾക്ക് മീതെയുള്ള ദൈവദാസനോട് വഴക്കുണ്ടാക്കി അതും ഇതും പറഞ്ഞു വെച്ച് ഞായറാഴ്ച വന്ന് പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, രക്തത്താല ജയം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, രക്തം 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 രക്തത്താല ജയം, ശുദ്ധീകരിച്ചാട്ടെ, ഇതല്ലത്. നിങ്ങൾക്ക് മീതെയുള്ളവർ നിങ്ങളെ ഞരങ്ങിക്കൊണ്ടല്ല നടത്തേണ്ടത്. അവർ നിങ്ങളെ സന്തോഷത്തോടെ നടത്തുവാൻ, അവിടുത്തെ വാക്യം കണ്ടോ, നിങ്ങൾ ഇടവരുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മീതെയുള്ളവർ നിങ്ങളെ കുറിച്ച് ഭാരപ്പെടരുത്. നിങ്ങൾക്കത് നല്ലതല്ല. നിങ്ങൾക്ക് മീതെയുള്ളവർ നിങ്ങളെ കുറിച്ച് ഞരങ്ങരുത്. നിങ്ങൾക്ക് മീതെയുള്ളവർ നിങ്ങളുടെ ഡീലിങ്സ് നിമിത്തം ദുഃഖിക്കരുത്. അവർ നിങ്ങളെ സന്തോഷത്തോടെ നടത്തുവാൻ നിങ്ങൾ ഇടവരുത്തുവീൻ. അതിനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുവീൻ. ഹലോ, ഈ ആദ്യത്തെ ആമീൻ എന്നാ ഇല്ലാത്ത? പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചാട്ടെ, ഇടവരുത്തുവീൻ. അല്ല ഞാൻ അത് നിങ്ങൾക്ക് നല്ലതല്ല. വാക്യം മാറ്റാൻ വരൂ. എന്നാ സ്വതന്ത്രമില്ലാന്ന് വലിയ വ്യത്യാസം വരുത്താക്കൂ. പലതും എന്നാ ഗതി പിടിക്കാതെ, പലതും എന്താ നന്മ പ്രാപിക്കാതെ, ഈ ഒരൊറ്റ കാരണമാണ്. ഞാനതാ പറഞ്ഞ, അനുഗ്രഹിക്കപ്പെടാൻ വേറൊന്നും ചെയ്യണ്ട. പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കേട്ടോ, നിങ്ങൾക്ക് മീതെ ഉള്ളവർക്ക് നിങ്ങൾ വിധേയപ്പെടുക.
കണ്ടോ? ഇനി ദേവദാസനെ ഇത് ഭയങ്കര കാര്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 13 മുതലൊന്ന് വായിച്ചേ. അതോടെ വായിച്ചിട്ട് ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരിക. 1 പത്രോസ് 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ സുനിൽ പാസ്റ്ററെ. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം, സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവീൻ. ഹലോ, സകല ഇപ്പൊ ഞാൻ പറയാം, നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് UK വണ്ടി കൊണ്ടിട്ടിട്ട് യേശുവിന്റെ രക്തത്തിൽ ഇതിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും പെറ്റിയടിക്കും. ഇത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടുക. ഇവിടെ പൗലോസ് പറയുന്നു സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവീൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് UK അപ്പം നമുക്ക് വിധേയപ്പെടാൻ പറ്റാത്തോണ്ടല്ല. ഈ നാട്ടിലൊക്കെ ഭയങ്കര പരിപാടി കാണിച്ച് നടക്കുന്നവരെ ഗൾഫിൽ ചെല്ലുമ്പോ ഇവൻ ഡീസന്റാ. സൗദി അറേബ്യ പോയ പക്ക ഡീസന്റാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇവന് വിധേയപ്പെടാൻ വയ്യായിട്ടല്ല, അനുസരിക്കാൻ വയ്യായിട്ടില്ല. ഇവിടെ വിധേയപ്പെട്ടില്ല തല പോവും. അവന് യോവേ അറിയാം, അല്ലേ കൈ പോവും. സ്വോത്രം 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 സ്വോത്രം. എന്നാ ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവീൻ. വായിക്കാം. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങും. വിധേയപ്പെടുവീൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത്. ഇങ്ങനെ എന്താ നന്മ? ഇങ്ങനെ നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ വാക്കുകളുടെ ഭോഷത്വത്തെ നിങ്ങൾ മിണ്ടാതാക്കണം. ഞാൻ എൻ്റെ സഭയിൽ എനിക്ക് ഒത്തിരി ആത്മീയ മക്കളെ ദൈവം തന്നിട്ടുണ്ട്, കൂട്ടുവേലക്കാർ ധാരാളം ദൈവം തന്നിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ സഭ വളരുമ്പം മറുഭാഗത്ത് ഇതിനെ ഒതുക്കാൻ, ഇല്ലാതെയാക്കാൻ പല വ്യക്തികളും എഴുന്നേറ്റ് സംസാരിക്കും. അതും ഇതുമൊക്കെ പറയും, ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തും. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരൻ്റെ പാസ്റ്ററെ അയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞവന്റെ എപ്പോഴാ അടഞ്ഞെന്നറിയാവോ? അവൻ പറഞ്ഞത് ഭോഷത്വമാ. അവന്റെ ഭോഷത്വം ഇല്ലാതാകുന്നത് ഈ ഭോഷത്തരം പറഞ്ഞ് നിങ്ങളെ ഈ ദർശനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മീതെയുള്ളവർക്ക് കുറേയും കൂടെ അപ്പൊ വിധേയപ്പെട്ടാൽ അവന്റെ അടയും. അവർക്ക് മനസ്സിലാകുന്നു ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ എവിടെ അടയുകയാ? വായിച്ചട്ടെ ദൈവാസ, വാക്യം വായിച്ചട്ടെ. അവരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. വായിക്കാം. ഇത് കേട്ടോണം. ഞാനേ ഇവിടെ കെയർസെല്ലുണ്ടോ ദൈവദാസ? നിങ്ങൾക്ക് കെയർസെല്ലുണ്ടോ? കോട്ടേജ് മീറ്റിങ്ങുകളുണ്ടോ? ഉണ്ട്. അതിനകത്ത് അങ്ങനെ ആ കോട്ടേജ് മീറ്റിങ്ങുകൾ നടത്തുന്നവർക്കുള്ള ദൂതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പി. അപ്പൊ ദൈവത്തിന്റെ ദാസന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇവന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ ഇവൻ ദുഷ്ടതയ്ക്ക് മറയാക്കത്തില്ല. ആമേൻ. ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, ദൈവസഭയിൽ പല സഭകളിലുള്ളവരോട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മീതെയുള്ള ദൈവദാസൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വാതന്ത്ര്യം തരുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് നിങ്ങൾ മറയാക്കരുത്. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരോട് പറയട്ടെ, യൂത്തിന്റെ മീറ്റിംഗ് നടത്താനുള്ള അവസരം നിനക്ക് തരുമ്പോൾ അത് പെൺപിള്ളാരുടെ നമ്പർ എടുക്കാൻ മറയാക്കരുത്. എന്നാ ഗോത്രമെല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു കോട്ടേജ് മീറ്റിംഗ് നിന്നെ ഏൽപ്പിക്കാൻ ദൈവദാസൻ നിനക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ ഒരു സൈഡേ കൂടെ കോട്ടേജ് വഴി പോകരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. കൈ കൊടുത്ത് പറയാമോ? ദൈവവും ദൈവദാസന്മാരും തരുന്ന സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് പലരും എന്നെ സൂക്ഷിച്ചു നോക്ക്, ഇവിടെ എല്ലാം ഇരിക്കുന്ന ആ പാർട്ടികളാണോ? പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും അധികം ആൾക്കാർ പഠിപ്പിക്കില്ല. എനിക്കിത് ധൈര്യത്തോടെ പഠിപ്പിക്കാം. എൻ്റെ സഭയ്ക്കകത്ത് വീണ അടിസ്ഥാനം എനിക്കറിയാം.
മുൻപ് എങ്ങനെയായിരുന്നെന്നും എനിക്കറിയാം. 2 കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ദൈവദാസൻ എന്ന് വായിച്ച അടുത്ത വാക്യം, എല്ലാവരെയും ബഹുമാനിപ്പീൻ. എല്ലാരെയും ഓണർ ചെയ്യുവീൻ. സ്തോത്രം. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിക്കുവീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. രാജാവിനെ ബഹുമാനിപ്പീൻ. ബഹുമാനിപ്പീൻ. വേലക്കാരെ അവിടെ വിളിച്ച ഒരു വിളി, അവിടെ സെർവന്റ് ഓഫ് ഗോഡ്. ആണോ? വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, കണ്ടോ, യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, നിങ്ങൾക്ക് മീതെയുള്ള ഉപദേശി മൂർഖനാന്നേലും വിധേയപ്പെട്ടിരിപ്പീൻ. ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുന്നതേ, പുള്ളി എനിക്ക് പ്രസംഗിക്കാൻ അവസരം തരികയും പ്രാർത്ഥിക്കാൻ നമ്മളെ വളർത്തും. അതിൻ്റെ അർത്ഥം എന്നാ? വളർത്തിയില്ലേവും പോകുമെന്ന്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തില്ലേ പുള്ളി പോവും. പ്രൈസ് ദി ലോർഡ്. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, പ്രസംഗിക്കാൻ അവസരം തന്നില്ലേലും പ്രാർത്ഥിക്കാൻ ചാൻസ് കിട്ടിയില്ലേലും വേദോസം പറയുന്നത് വിധേയപ്പെട്ടിരുന്ന് നോക്ക്, ദൈവം നിന്നെ മാനിക്കും. ആമേൻ. കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ പറയാറുണ്ട്, പാസ്റ്റർ ടിനു ജോർജ് ഭയങ്കര സൗമ്യനും നിഷ്കളങ്കനും നീതിവാനും ഒക്കെ ആയതുകൊണ്ട് ആ പുള്ളിയുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വന്നെങ്കിൽ പോകുന്നില്ല ഇതിനർത്ഥം. പ്രൈസ് ദി ലോർഡ്. അത് വേണ്ട. കർത്താവ് നീതീകരിച്ചവരെ നീതിമാന്മാരെന്ന് വിളിക്കപ്പെടുവാനും ഒരു വ്യക്തിയെ യേശു അവന്റെ കുറവുകളോടുകൂടെ സ്നേഹിച്ചതുപോലെ തിരിച്ചങ്ങനെ സ്നേഹിപ്പാനും കഴിവുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നോക്കിയേ, ഈ 70 പേരെ കുറിച്ച് പറയട്ടെ. 1, കർത്താവ് അവരെ തിരഞ്ഞെടുത്തു. 2, കർത്താവിനാൽ അവർ അയക്കപ്പെട്ടു. 3, യേശു കർത്താവ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അവർ യേശുവിന് വിധേയപ്പെടുകയും ചെയ്തു. ഇനി കേൾക്കുക, യേശു പോകേണ്ട ഇടത്ത് പോകാനാ അവൻ നിങ്ങളെ അയച്ചേക്കുന്നത്. യേശു ചെയ്യേണ്ടത് ടിപ്പണി ചെയ്യാനാ ദൈവം നിങ്ങളെ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിന് ഇവിടെ പ്രവർത്തിക്കാൻ ദൈവം ആത്മാവാണ്. എത്ര പേർ ആമീൻ പറയാനുണ്ട്? ദൈവം ആത്മാവാണ്. ദൈവത്തിന് ഇവിടെ ചിലരെ തൊടാൻ കുറച്ച് കൈ വേണം. എത്ര പേർ ആമീൻ പറയാനുണ്ട്? കർത്താവിന് ചില രോഗികളെ 2011 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് തൊട്ട് സൗഖ്യമാക്കിയതുപോലെ വീണ്ടും ഇവിടെ തൊട്ട് സൗഖ്യമാക്കാൻ യേശുവിന് പകരമായി കുറെ കൈകൾ ഇവിടെ യേശുവിന് വേണം. എത്ര പേർ പറയും അതെന്റെ കരമായിരിക്കും? യേശുവിന് സഞ്ചരിക്കാൻ ചില കാലുകൾ ഇവിടെ വേണം. യേശു പോകേണ്ട ഇടത്ത് യേശുവിന് പകരമായി പോകുവാൻ ചില വ്യക്തികളെ കർത്താവിനോട് ആവശ്യമുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തി ചേർന്ന് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നോക്കി, കർത്താവ് പറഞ്ഞ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. താൻ ചെല്ലേണ്ട സ്ഥലത്ത് തനിക്ക് പകരമായി. യേശു ഒരു വീട്ടിൽ ചെന്നുള്ള വിശേഷം എന്നാ? ആ വീട് വിടുവിക്കപ്പെടും. യേശു ഒരു പട്ടണത്തിൽ ചെന്നാൽ എന്നാ കാര്യം? ആ പട്ടണം വിടുവിക്കപ്പെടും. അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെ രോഗികളുണ്ടെങ്കിൽ വിടുതൽ പ്രാപിക്കും. അവിടെ ഭൂതങ്ങളുണ്ടെങ്കിൽ വിട്ടുമാറും. അങ്ങനെങ്കിൽ യേശു എന്നെയും നിങ്ങളെയും അയച്ചത്, എന്നെ നിങ്ങളെ ആക്കി വെച്ചത് യേശു ചെയ്തതിന്റെ ബാക്കി ചിലത് ഇവിടെ ചെയ്യാനാ. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇനി കേൾക്കുക, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയോ? പ്രധാനപ്പെട്ടത് ഏതാണ്, അപ്രധാനം ഏതാണെന്ന് പുള്ളി അങ്ങ് മറിച്ചു കളയും. ഈ 70 പേര് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ കർത്താവേ, നിന്റെ നാമം എന്തുവായത്? ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് ഭൂതങ്ങൾ ഇളകിപ്പോയി. യേശുവേ, നിന്റെ നാമം പറഞ്ഞപ്പോഴത്തേന് രോഗികൾ സൗഖ്യമായി. എന്തോ ഒരു ഡെലിവറൻസ് ആണെന്ന് അറിയാമോ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നടന്നത്? ഉടനെ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നിങ്ങളിപ്പം ഈ ഭയങ്കര ബഹളം, ഈ തുള്ളിച്ചാടി ഭയങ്കര ഭൂതമൊക്കെ വിട്ടുപോയതിന് ഭയങ്കര ആവേശമൊക്കെ കാണിക്കാൻ വരട്ടെ. ഈ ഭൂതം പോയതിലൊന്നുമല്ല നിങ്ങൾ സന്തോഷം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിലത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അപ്പം ഭൂതം കീഴടങ്ങണ്ടെന്നാണോ? അല്ല. ഇവിടെ മനുഷ്യർക്ക് തെറ്റുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. എത്ര പേര് പറയും ആമീൻ? എത്ര പേര് പറയും എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്? ഭൂതങ്ങൾ കീഴടങ്ങേണ്ടതും രോഗികൾ സൗഖ്യമാകേണ്ടതും ആവശ്യമാണെങ്കിൽ സ്വർഗത്തിൽ എന്റെ പേരെഴുതേണ്ടത് അത്യാവശ്യമാണ്.
എത്ര പേർക്ക് മനസ്സിലാകുന്നു? യേശു ചിലർ പറയുന്നു ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, രോഗികൾ സൗഖ്യമാകുന്നതിലല്ല, അത്ഭുതങ്ങളൊന്നും നടക്കുന്നതിലല്ല ദൈവമക്കളെ. നോ, അത് തെറ്റാ. യേശു നിങ്ങൾക്കറിയുമോ രോഗശാന്തിയുടെ വില എന്നാന്നറിയണമെങ്കിൽ രോഗിയോട് ചോദിക്കണം. രോഗശാന്തിക്ക് വിലയുണ്ടോ, ഹീലിംഗ് മിനിസ്ട്രിക്ക് വിലയുണ്ടോ എന്ന് അറിയണമെങ്കിൽ ക്യാൻസർ പിടിച്ച് വേദനിക്കുന്നവരോട് ചോദിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അത്ഭുതങ്ങൾക്ക് വിലയുണ്ടോ എന്ന് അറിയണമെങ്കിൽ കിടന്ന് വിടുതൽ അനുഭവിക്കാതെ ഭാരപ്പെടുന്നവരോട് ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ വിടുതലുകളിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. കരങ്ങളെ ഉയർത്തി വായ്കൾ തുറന്ന ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇവിടെ പറഞ്ഞത് അഭൂതങ്ങൾ പോകേണ്ടെന്നല്ല, രോഗികൾ സൗഖ്യമാകേണ്ടതല്ല, ഭൂതങ്ങൾ പുറത്താകേണ്ടതും അത്ഭുതങ്ങൾ നടക്കേണ്ടതും ആവശ്യമാണെങ്കിൽ കുഞ്ഞെ ജീവപുസ്തകത്തിൽ നിന്റെ പേരെഴുതേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മളെ പിശാച് ഇതിനകത്തങ്ങ് വലിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്ത്യൻ ലൈഫ് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ഞാൻ ഉറപ്പായിട്ടും പറയാം, ഭൂതങ്ങൾ പുറത്താകണം, ബന്ധനങ്ങൾ അഴിയണം, കെട്ടുകൾ പൊട്ടണം. ഞാൻ ചോദിക്കട്ടെ, പല കുടുംബ പ്രശ്നങ്ങളുടെയും പിന്നിൽ ആരാ? പല വ്യക്തികളെയും പാപത്തിലേക്ക് നയിക്കുന്ന ആരാ? സ്തോത്രം. വീക്കെൻഡ് ആകുമ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ ഇവിടുള്ള മുഴുവൻ എണ്ണത്തെയും പബ്ബിലോട്ട് തള്ളുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പല ജീവിതങ്ങളെ വഴിതെറ്റിക്കുന്നത് ആരാ? ദുരാത്മാവാ, അശുദ്ധാത്മാവാ. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ വിമോചിപ്പിക്കാൻ മാത്രമല്ല, അവൻ പാപികളെ വിമോചിപ്പിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ തരാൻ മാത്രമല്ല, യേശു നിത്യജീവൻ തരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പ്രൈസ് ദി ലോർഡ് പ്രസംഗങ്ങൾ നടത്താൻ മാത്രമല്ല, യേശു വചനത്തെ പ്രസ്താവിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ വിളിച്ചു പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. വിശ്വസിക്കുന്നവർ കരമൊന്ന് അടിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഓ ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് എന്തിനാ ഈ ഭൂമി വന്നേ? അറിഞ്ഞിരിക്കുന്നുള്ള പറഞ്ഞാട്ടെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഒന്ന് പറഞ്ഞാട്ടെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പിശാചിന് എന്തെങ്കിലും ദോഷം വരുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പറയണ്ട. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പറയരുത്. വെളിയിലിറങ്ങും, പുള്ളി ഫയർ ചെയ്യും. സ്തോത്രം. ദൈവമക്കൾ മാത്രം പറഞ്ഞാൽ മതി, യേശു ഈ ഭൂമി വന്നത് പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനാ. കൈ കൊടുത്ത് പറ, യേശു ഈ ഭൂമിയിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനാ. അത് പറയുമ്പോൾ തന്നെ ഒരു വിടുതല. കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇപ്പൊ യേശു വന്നത് അഴിക്കാനല്ലേ? ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ ദേശത്ത് നിന്ന് ചിലത് അഴിയും. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ കുടുംബത്തിൽ നിന്ന് ചിലത് അഴിയും. ഉറപ്പായും അഴിയും. കർത്താവ് അത് ചെയ്യും, സ്വർഗം അത് ചെയ്യും. ദൈവസഭയ്ക്ക് എതിരായി വിൽക്കുന്ന ചില അന്ധകാര ശക്തികളുടെ കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിക്കും, യേശു അഴിപ്പാൻ. അപ്പോ അഴിക്കണമെങ്കിൽ കെട്ടണം. കെട്ടാൽ തന്നെ അഴിക്കാൻ ഒക്കത്തില്ല. യേശു ഈ ഭൂമി വന്നത് അഴിക്കാനാണെങ്കിൽ ആദം തുടങ്ങി യേശു വരെയുള്ള സകല മനുഷ്യരെ കെട്ടിയ ഒരുത്തനുണ്ട്. സ്തോത്രം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, കെട്ടാൻ മണിക്കൂറുകൾ വേണമെങ്കിൽ മാസങ്ങൾ എടുത്ത് കെട്ടിവെക്കാം, ആഴ്ചകളെടുത്ത് കെട്ടിവെക്കാം, മണിക്കൂറുകൾ കൊണ്ട് ചിലത് കെട്ടിവെക്കാം. പിശാചേ, നീ മാസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളും വർഷങ്ങളും എടുത്ത് കെട്ടിയതിനെ എന്റെ യേശുവിനെ അഴിക്കാൻ ഒരു സെക്കൻഡ് മതി. വിശ്വസിക്കുന്നവർക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒറ്റ സെക്കൻഡ് മതി. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ പിശാച് ബന്ധിച്ച ബന്ധനങ്ങളെ എന്റെ നസ്രയൻ അഴിപ്പാൻ, എന്റെ യേശുവിനെ അഴിപ്പാൻ ഒരു സെക്കൻഡ് മതി. Praise the Lord. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പലയിടത്തും കർത്താവ് ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ ബത്ഫാഗയ്ക്കും ബഥാനിക്കും ഇടയിലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിപ്പീൻ. അഴിക്കാൻ ചെല്ലുമ്പോൾ ഇനി കേട്ടോണം, ആ ദൂത് കേട്ടോണം. ആരാണോ കെട്ടിയിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നവനിലാണ് ഇപ്പോൾ ഓണർഷിപ്പ്.
അഴിക്കാൻ ചെല്ലുമ്പോൾ മുമ്പ് കെട്ടിവെച്ചവൻ ചോദിക്കും, ഇതിനെ എന്തിനഴിക്കുന്നു എന്ന് ചോദിക്കും. ഞാൻ നിശ്ചയമായിട്ടും പറയാം, ദൈവത്തിന്റെ പ്രവർത്തികൾ ദേശത്തിൽ വെളിപ്പെടുമ്പോൾ, മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ, ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ചർച്ചിലേക്ക് വരുമ്പോൾ, ജനം സത്യത്തിലേക്ക് പുറപ്പെടുമ്പോൾ, ഇത് എന്തിന് എന്ന് പിശാച് ചോദിക്കുന്നെങ്കിൽ 1000 ഉത്തരം അതിനില്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ. കർത്താവിന് ഈ ദേശത്തെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഈ കുടുംബത്തെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഈ പട്ടണത്തെ കൊണ്ട് ആവശ്യമുണ്ട്. എത്ര വിശ്വസിക്കുന്നു? കരമൊന്ന് അടിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച്, കർത്താവിന്, യേശുവിന് ആവശ്യമുണ്ട്. നീ എത്ര വമ്പൻ കയറുകൊണ്ട് കെട്ടിയാലും, എത്ര എണ്ണം അതിന്റെ മേൽ അവകാശം പറഞ്ഞാലും, യേശുവിന് ആവശ്യമുള്ളതിനെ യേശു അഴിച്ചിരിക്കും. യേശുവിന് ആവശ്യമുള്ളതിനെ യേശു പുറത്തു കൊണ്ടുവന്നിരിക്കും. ഈ യുകെയിൽ ഞാൻ ആത്മാവിൽ ദൈവസഭയോട് പ്രവചിക്കുക, ഷെഫീൽഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിനോട് പ്രവചിക്കുക, എന്റെ ദൈവത്തിന് പദ്ധതിയുള്ളവനെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവത്തിന് വിടുവിക്കാൻ പ്രാണുള്ള കുടുംബങ്ങളെ എന്റെ ദൈവം പുറത്തെടുത്തിരിക്കും. സത്യമല്ലേ? ഏതെല്ലാം സ്ഥലത്ത് കർത്താവ് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒട്ടും നിവരുവാൻ കഴിയാതെ 18 വർഷമായി ഒട്ടും നിവരാൻ കഴിയാതെ കൂനയായിരുന്ന സ്ത്രീയെ യേശു കണ്ടപ്പോ, ബ്രദറെ, അവളുടെ ഡിസ്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നല്ല യേശു പറഞ്ഞത്. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവൾ വളഞ്ഞതിന്റെ കാരണം രോഗമല്ല, അവൾ വളഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം അവളെ ബന്ധിച്ച ശക്തിയാ. ഞാൻ ഉറപ്പായിട്ടും പറയാം, 18 വർഷമെടുത്ത് ബന്ധിച്ചതിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശു നിവർത്തിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതമുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഏറ്റെടുക്കുന്നവർ ആരാധിച്ചാട്ടെ, ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീയെ നോക്കി ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത്. സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുന്നു. ശബത്തിൽ അവളുടെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? അപ്പോൾ എന്റെ കർത്താവിനെ അഴിക്കാൻ കഴിയും. അവൻ അഴിപ്പാൻ തന്നെ ഈ ഭൂമി വന്നേ. ലാസറിനെ യേശു ഉയർപ്പിച്ചു. ലാസറേ, പുറത്തു വരിക എന്ന് കൽപ്പിച്ചു. ഞാൻ ഉറപ്പായി പറയാം, ഏതൊക്കെ കുടുംബങ്ങളോട് ദൈവാത്മ ഇടപെടുക. ലാസർ പുറത്തു വന്നു, സത്യം. ലാസർ വിളി കേട്ടു, സത്യം. നിങ്ങൾ വിളി കേട്ടു, സത്യം. നിങ്ങൾ പുറത്തു വന്ന സത്യം. എങ്കിലും അടുത്ത വാക്യത്തിൽ യേശു പറയുന്നു, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ സ്വാതന്ത്ര്യമായി പോകട്ടെ. പുറത്തു വന്നിട്ടും വിളി കേട്ടിറങ്ങിയിട്ടും അഴിയാത്ത ചിലതുകൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗം അതിനെ അഴിക്കുന്ന പകലാ. വിശ്വസിക്കുന്നവർ കരമൊന്ന് അടിച്ചു വായിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു ചെയ്യുന്ന വിടുതലുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഇവിടെ രോഗികൾ സൗഖ്യമാകും, ഇന്നും ഇവിടെ ഭൂതങ്ങൾ വിട്ടുമാറും, ഇന്നും ഇവിടെ ബന്ധനങ്ങൾ അഴിയും, ഇന്നും ഇവിടെ കെട്ടുകൾ അഴിയും. യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെയാ ഈ ഭൂമിയിൽ വന്നത്. പക്ഷേ ഞാൻ നിങ്ങൾ പറയട്ടെ, അതൊരാവശ്യമാ. ശാരീരിക വിടുതൽ ഈ ഭൂമിയിലെ എന്റെ ആവശ്യമാ, എന്റെ അവകാശമാ. സാമ്പത്തിക വിടുതൽ ഈ ഭൂമിയിൽ എന്റെ ആവശ്യമാ, എന്റെ അവകാശമാ. പക്ഷേ എനിക്ക് അത്യാവശ്യമായ മറ്റൊരു കാര്യമുണ്ട്, എന്റെ ആത്മാവിന്റെ നിത്യരക്ഷ. അതാണ് കർത്താവിടെ പറയുന്നേ. ഭൂതങ്ങൾ വാക്യത്തിനായി സ്തോത്രം കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അപ്പൊ ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ 70 പേരുടെ പേര് കർത്താവ് വരെ വിളിച്ച് വേർതിരിച്ചപ്പോ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതാൻ അധികാരമുള്ളവനാണ് ഇവരെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ളവനെ ഇവരെ വിളിച്ചപ്പോൾ ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിൽ ഇവർ സന്തോഷിച്ചില്ല. കാരണം എന്താണെന്നറിയാം? ഇവർക്കത് അറിയത്തില്ലായിരുന്നു. ഈ 70 പേരുടെ പേര് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളത് ഈ 70 പേർക്ക് അറിയത്തില്ല. ഇവരുടെ സന്തോഷം ഇവരുടെ മിനിസ്ട്രിയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവരുടെ പേര് സ്വർഗത്തിലുള്ള കാര്യം ഇവർ അറിഞ്ഞില്ല. ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ, നിങ്ങളെ കർത്താവ് വേർതിരിച്ചപ്പോൾ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, നിങ്ങൾ അറിയാത്ത പലതും അവൻ നിങ്ങൾക്കായി ഒരുക്കി കഴിഞ്ഞു. ഉറപ്പുള്ള എത്ര ദൈവമക്കളുടെ നടുവിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓർക്കുക, ഇവരെന്താ സന്തോഷിക്കാഞ്ഞതിന്റെ കാരണം? ഇവരുടെ പേര് സ്വർഗത്തിലുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. നിങ്ങൾ അറിയാത്ത പലതും യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ സന്തോഷം പക്വതയായിട്ട് ഭയങ്കര ബന്ധമാണ്. ഈ സന്തോഷവും പക്വതയും. ചിലർ എന്തിലാ സന്തോഷിക്കുന്നത് അവർക്ക് പോലും അറിയത്തില്ല.
പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ സന്തോഷിക്കേണ്ടത് എന്തിലാണെന്ന് ഞാൻ പറയാം. ഒരു മെച്യൂരിറ്റി ഉള്ള മനുഷ്യൻ സന്തോഷിക്കുന്നത് ക്രിസ്തുവിലായിരിക്കും. മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ലോകത്തിലെ ചില ചപ്പും ചവറും ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എൻജോയ്മെന്റ് ആയിട്ട് നടക്കുന്നത്. സന്തോഷം പക്വതയുമായിട്ട് വലിയ ബന്ധമാണ്. പക്വതയുള്ളൊരു ദൈവവേദലാണ് യഥാർത്ഥ കാര്യത്തിൽ സന്തോഷിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 10-50 വയസ്സുള്ള ഒരു പപ്പാടെ, ഒരു അങ്കിളുടെ കയ്യിൽ, ഒരു അച്ഛൻ്റെ കയ്യിൽ, ഒരു പപ്പാടെ കയ്യിൽ, അങ്ങനെ പറയാം, എന്നുവെച്ചാൽ പിള്ളേരൊക്കെയുള്ള മനുഷ്യനാ. പുള്ളിയുടെ കയ്യിൽ ഒരു ഐസ്ക്രീം കിട്ടി. പുള്ളിക്ക് ഒരു സന്തോഷമില്ല ഐസ്ക്രീം കൈ കിട്ടിയത്. ഐസ്ക്രീം എന്നാൽ പുള്ളിക്ക് ഷുഗറാ. പ്രൈസ് ദി ലോർഡ്. ഇതേ ഐസ്ക്രീം പുള്ളിയുടെ 4 വയസ്സുള്ള മോൻ്റെ കിട്ടി. ചെറുക്കൻ ഹാപ്പിയായി. പ്രൈസ് ദി ലോർഡ്. ഒരു 2000 പൗണ്ടിന്റെ ഒരു ചെക്ക് ഈ അപ്പൻ്റെ കിട്ടി. പുള്ളി ഹാപ്പിയായി. ഇതേ ചെക്ക് കൊച്ചിന്റെ കൊടുത്തു, കീറി ദൂരെ കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? അപ്പൊ സന്തോഷവും പക്വതയുമായിട്ട് വലിയ ബന്ധമാണ്. ഒരിക്കൽ സ്നാനപ്പെട്ട ഒരു സഹോദരി, യൗവനക്കാരിയായ പെൺകുട്ടി, അവൾ ഒറ്റയ്ക്ക് വിശ്വാസി വന്ന. അവൾ സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേന് എല്ലാവരും അറിഞ്ഞു ഇവിടെ സ്നാനപ്പെട്ട വിവരം. ഉടനെ ഇവളുടെ അപ്പൻ ചോദിച്ചു, ഡി നീ സ്നാനപ്പെട്ടോ? അവൾ പറഞ്ഞു സ്നാനപ്പെട്ടു. അവൻ അമ്മയും അവളുടെ വീട്ടിലുള്ളവരും എല്ലാം കൂടെ വിരൽ കൊണ്ട് ചോദിച്ചു, ഇനി നിന്റെ ഭാവി എന്താകുമെന്ന് നിനക്കറിയോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭാവി എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ ഭാവിയെ അറിയാവുന്നവനെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഭാവി എന്താകുമെന്നറിയാം, പക്ഷെ ഭാവി അറിയാവുന്നവനെ അറിയില്ല. പക്ഷെ നാളെ എന്തെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും എന്റെ നാളെ അറിയാവുന്നവനെ എനിക്കറിയാം. ഉറപ്പുള്ളവരെന്ന് കരമുയർത്തി വായികൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ എനിക്കിതിൽ നിങ്ങളെ പഠിപ്പിക്കാനും പറയാനുമുണ്ട്. എങ്കിലും ഞാൻ വേഗത്തിൽ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അവരെ വേർതിരിച്ചപ്പോൾ അവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് അവരറിഞ്ഞില്ല. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനാൽ അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. കേൾക്കാം. അടുത്ത വാക്യത്തിൽ കർത്താവോട് പറയുന്ന ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് താഴോട്ട് വായിക്കാം. യെസ്. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് അനുഗ്രഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അനുഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്? വാട്ട്സ് ദി മീനിങ് ഓഫ് ബ്ലെസ്സിങ്സ്? ലോകത്തിലെ ഭൗതികമായ നന്മകൾ ലഭിക്കുമ്പോൾ അതും അതിൽ മാത്രം ഒതുങ്ങി, ദൈവം എന്നെ അനുഗ്രഹിച്ചു, കാറ് തന്ന് അനുഗ്രഹിച്ചു, വീട് തന്ന് അനുഗ്രഹിച്ചു, വസ്തു തന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നല്ലതാ, ദൈവം തന്നതിനായി സ്തോത്രം. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. പ്രാർത്ഥിക്കുന്നവനും കാറുണ്ട്, പ്രാർത്ഥിക്കാത്തവനും കാറുണ്ട്. യേശുവിനെ ആരാധിക്കുന്നവനും വീടുണ്ട്, യേശു ഇല്ലെന്ന് പറയുന്നവനും വീടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്താണ് യഥാർത്ഥ അനുഗ്രഹം? വാസ്തവത്തിൽ ഈ വാക്യമാണ്. നിങ്ങൾ എന്നെ കണ്ടല്ലോ. യേശു പറയുക, നിങ്ങളുടെ കണ്ണ് അനുഗ്രഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ സ്വർഗം നമ്മുടെ ഉള്ളിൽ തന്നതാ. കരമൊന്ന് ഉയർത്തി ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു സ്തോത്രം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും. വാസ്തവത്തിൽ നമുക്ക് ആ കാര്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? പേഴ്സിൽ പൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആരാധന വരുമോ? സ്തോത്രം. ജോലിക്കകത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പഴയതുപോലെ വചനം ധ്യാനിക്കാൻ പറ്റുമോ?
പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പലരും സെറ്റിൽ ആയിരിക്കുന്നത് ലോകത്തിലെ ചിന്തയിലേക്ക്. എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഒരു മതത്തിനും ഒരു വ്യക്തികൾക്കും നൽകുവാൻ കഴിയാത്ത ഒരു പ്രിവിലേജാ ദൈവം നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതി. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്ക് തരാൻ കഴിയും? ഇതേത് മതത്തിന് തരാൻ കഴിയും? ഇതേത് പൗണ്ടിന് തരാൻ കഴിയും? ഇത് ലോകത്തിലെ ആർക്കും തരാൻ കഴിയത്തില്ല. ഇത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാ. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരിക്കൽ ഗുജറാത്തിലേക്ക് പോകാനായിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തു. ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് കൺഫേം ആയില്ല, റിസർവേഷൻ കൺഫേം അല്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ വന്നു. നോക്കിയപ്പോൾ TTR വന്ന് ചാർട്ട് തൂക്കി നോക്കിയപ്പോൾ അതിനകത്ത് എൻ്റെ പേരുണ്ട്. കൺഫേംഡാ, ടിക്കറ്റ് കൺഫേംഡ്. എൻ്റെ ദൈവമേ, എൻ്റെ പേര് അതിനകത്ത് കണ്ടതിൽ സന്തോഷിച്ച് ബാഗും എടുത്ത് ഓടി അകത്ത് കയറി സീറ്റ് നമ്പർ 28, 28ാമത്തെ സീറ്റിലേക്ക് ഓടിപ്പോയി ഇരുന്ന് എന്തോ ഒരു സന്തോഷത്തോടെ എന്നറിയാം. ഒന്ന് ഓർത്തേ, എൻ്റെ ടിക്കറ്റ് ട്രെയിനകത്ത് കൺഫേംഡ് ആയതുകൊണ്ട് എൻ്റെ സന്തോഷം എത്ര വലുതാ. 2 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോണം. പ്രൈസ് ദി ലോർഡ്. വാപ്പി സ്റ്റേഷൻ എത്തുമ്പോൾ ഇറങ്ങണം. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ കോടാനകോടി യുഗം മരണമില്ലാത്ത നാട്ടിൽ നിത്യതയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എത്രയധികം സന്തോഷിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ അറിയിക്കട്ടെ, ഈ ലോകത്തിൽ എത്ര ഭൗതികമായ നന്മകൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ ശ്രേഷ്ഠനാണെങ്കിലും, മർക്കോസ് 8:36, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ പേരിൽ എഴുതി തന്നാലും, മില്യൺ കണക്കിന് പൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും, നിങ്ങളുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിയില്ലെങ്കിൽ, ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിൽ നിവദിക്കുമെങ്കിൽ, ഇതുകൊണ്ട് ഒരു ലക്ഷ്യമില്ല പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് ഒരു നന്മയുമില്ല. എന്നാൽ ഞാൻ പറയാം, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗീയ നിക്ഷേപമുള്ള ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ എത്ര പേർ പറയും, കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ലോകത്തിലെ ചില ഭൗതികമായ താൽക്കാലിക നന്മകളിൽ സന്തോഷിക്കുന്നവനായിരിക്കത്തില്ല, ഒരു പക്വതയുള്ള ദൈവവേദനായിരിക്കും ഞാൻ. എൻ്റെ സന്തോഷം യേശു എനിക്ക് തരുന്ന ആ നിത്യതയിലാ. എൻ്റെ സന്തോഷം യേശു എനിക്ക് തരുന്ന ആ നിത്യമായ രാജ്യത്തിൽ. ആ ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവെ, നീ തരുന്ന നിത്യജീവനായി സ്തോത്രം, നീ തരുന്ന നന്മയ്ക്കായി സ്തോത്രം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ, എല്ലാ വായുകളും തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവേ, നിന്റെ വചനം അനുസരിപ്പാൻ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി തരികയപ്പ, പൂർണ്ണമായി സമർപ്പിക്കുക. അവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. എൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ഡാഡി. യേശുവെ, അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് ഒന്നും എനിക്ക് വേണ്ട കർത്താവേ. എനിക്ക് എൻ്റെ യേശുവിനെ മാത്രം മതി. അവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് എൻ്റെ യേശുവിനെ മാത്രം മതി. എൻ്റെ വാക്കിലും എൻ്റെ നടപ്പിലും എൻ്റെ പ്രവൃത്തിയിലും കർത്താവേ, എൻ്റെ വികാരങ്ങളിലെല്ലാം യേശുവേ, നിന്റെ സാന്നിധ്യം നിറയട്ടെ. കരങ്ങൾ ഉയർത്തിയാട്. സാന്നിധ്യം നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. Father, we thank you. Father, we thank you. Thank you Holy Spirit. യേശുവേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ, നിന്റെ വചനം അനുസരിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടയാളല്ല. എല്ലാ കരങ്ങളും താഴ്ത്തി പിടിച്ചാട്ടെ. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടയാളല്ല. സ്നാനപ്പെടുന്നത് ഒരു മതത്തിൽ ചേരാനല്ല, സ്നാനപ്പെടുന്ന ഒരു സംഘടന ചേരാനല്ല. ഒരു മർത്തോമാ സമുദായത്തിൽ നിന്നും 17ാമത്തെ വയസ്സിൽ സ്നാനപ്പെടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. പിശാചനോട് പറഞ്ഞു, പെന്തക്കോസ്തിൽ പോകാനാണോ സ്നാനം? എന്നാൽ ബൈബിൾ പറയുന്നു, പെന്തക്കോസ്തിൽ ചേരാനോ മതത്തിൽ പോകാനോ അല്ല സ്നാനം, യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ. കണ്ണുകളെല്ലാം അടച്ചാട്ടെ. യേശുവിനെ ധരിക്കാൻ, യേശുവിന്റെ കൂടെ ചേരാൻ. കർത്താവ്, എനിക്കതിന് ആഗ്രഹമുണ്ട്. യേശുവിന്റെ കൂടെ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതത്തിൽ ചേരാനല്ല, സംഘടനയിൽ ചേരാനല്ല, യേശുവിന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് കർത്താവിന്റെ കൽപ്പനയായി സ്നാനം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. അവർ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. അവരുടെ കരങ്ങൾ നന്നായി ഉയർന്നിരിക്കട്ടെ. നന്നായി ലിഫ്റ്റ് യുവർ ഹാൻഡ്. അവരുടെ കരങ്ങൾ ആ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ. കണ്ണുകൾ അടച്ചാട്ടെ. അവരുടെ കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ടെ, നന്നായി ഉയർത്തിപ്പിടിച്ചാട്ടെ.